ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയും ഗൗതമും പ്രണവും കൂടി സ്കൂളിലെ തറക്കല്ലിടലിൻ്റെ ഫംഗ്ഷനിന് പോവുകയാണ്. ഇക്കാര്യം മിഥുനും കൂടി അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ മിഥുൻ അവിടെയുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിധിയെയും ഗൗതമിനെയും അപമാനിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ആ കാര്യം മിഥുൻ വസുന്ധരയോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വസുന്ധര പറയും, എല്ലാം ഇനി വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മിഥുനെ പറഞ്ഞയക്കുന്നത്. നിധിയെ ഇന്ന് തന്നെ സ്കൂളിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കണം എന്നൊക്കെയാണ് കേട്ടോ വസുന്ധര മിഥുനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മിഥുനാണെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ട്, നിധിയെ അല്ല ഗൗതമിനെയാണ് ഞാൻ അപമാനിക്കാൻ പോകുന്നതും, ഗൗതമിനെയാണ് ഞാൻ കൊല്ലാൻ വേണ്ടി പോകുന്നതും, അവൻ തട്ടിയെടുത്തവനാണ്, അവനെയാണ് ഞാൻ ഇല്ലാതാക്കാൻ പോകുന്നത് എന്നൊക്കെ സ്വയം മിഥുൻ ഫോൺ വെച്ച ശേഷം പറയുന്നുണ്ട്. അങ്ങനെ മിഥുനും കൂടി സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് പരിപാടികളൊക്കെ സ്കൂളിലെ ഫംഗ്ഷനുകളൊക്കെ നല്ലതുപോലെ തന്നെ ഗൗതമും നിധിയും കൂടിയിട്ട് ചടങ്ങുകളൊക്കെ നടത്തുകയാണ്. ഇവരുടെ കൂടെ പ്രണവ് കൂടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ പ്രണവ് കാറിലേക്ക് ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് മിഥുൻ വരുന്നത് പ്രണവ് കാണുന്നത്. അങ്ങനെ മിഥുൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ പ്രണവ് കാണുന്നത്. അപ്പോൾ പ്രണവ് ഒളിച്ചു നിൽക്കുകയാണ്. ഇവൻ എന്താ ഇവിടെ, എന്താണ് ഇവൻ സംസാരിക്കുന്നത്, ഇതിപ്പോൾ എന്തോ ഒരു പാരയായിട്ടാണല്ലോ ഇവൻ വന്നിട്ടുള്ളത്, എന്താവും ഇവൻ്റെ ഉദ്ദേശം എന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പ്രണവ് മാറി നിൽക്കാൻ കേട്ടോ. അപ്പോൾ മിഥുൻ അവൻ്റെ ഫ്രണ്ട്സുകളോട് പറയുന്നുണ്ടാവും, ഞാൻ ഇന്ന് ഇവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനും നിധിയും തമ്മിൽ കല്യാണം കഴിഞ്ഞ വിവരം ഞാൻ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. ഈ ബൊക്ക ഞാൻ നിധിയുടെ കൈകളിലേക്ക് വെച്ച് കൊടുത്ത ശേഷം പിന്നീടാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനും നിധിയും വിവാഹിതരായ അതിനുള്ള തെളിവും ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയട്ടോ. അത് കേൾക്കുമ്പോൾ പ്രണവ് ആകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ഇവൻ്റെ ഉദ്ദേശം അതാണ്, അതിന് വേണ്ടിയിട്ടാണല്ലേ ഇവൻ ഇവിടേക്ക് വന്നത്. എങ്കിൽ നീ ഇന്ന് ആ തെളിവുകളൊക്കെ ഒന്ന് കാണിച്ചത് ഞാൻ കാണിച്ചു തരാം, നീ അത് കാണിക്കുമോ ഇല്ലേ എന്നുള്ളൊക്കെ മനസ്സിലിങ്ങനെ പ്രണവ് ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് ആ ബൊക്ക ആ ബൈക്കിൽ അങ്ങ് മിഥുൻ വെച്ച ശേഷമാണ് ഫ്രണ്ട്സുകളോടൊക്കെ സംസാരിക്കുന്നത്. ആ ഒരു ഗ്യാപ്പിൽ തന്നെ മിഥുൻ കാണാതെ പ്രണവ് അതിൻ്റെ ഉള്ളിൽ ഒരു ബോംബ് പോലത്തെ ഒരു സാധനം വെക്കുകയാണ് കേട്ടോ. പക്ഷേ അത് ബോംബൊന്നും ആയിരിക്കില്ല. പക്ഷേ മിഥുനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രണവ് അങ്ങനെ ഒരു നാടകം കളിക്കുകയാണ്. പിന്നീട് പ്രണവ് ഗൗതമിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യവും പറയാൻ കേട്ടോ. മിഥുൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, അവൻ്റെ ഉദ്ദേശം ഇതാണ്. അപ്പോൾ ഏട്ടാ, ഞാൻ ആ ബൊക്കയിൽ ഒരു ബോംബ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് അവനെ തെറ്റിദ്ധരിപ്പിക്കണം, അത് ബോംബാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടൻ ഈ ഒരു ബട്ടൺ അമർത്തുന്നത് പോലെയൊക്കെ ഒന്ന് കാണിച്ചാൽ മതി, അപ്പോൾ അവൻ അത് വിശ്വസിച്ചോളും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഗൗതമോ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് നിധിയുടെ കൂടെ ഗൗതം ഇങ്ങനെ സല്ലപിച്ച് നടക്കാൻ കേട്ടോ. നല്ല സന്തോഷത്തോടു കൂടി തോളിലൂടെ കൈയൊക്കെ ഇട്ട ശേഷം അപ്പോൾ നിധിയാണെങ്കിലോ സ്കൂളിലുള്ളവർ ഒരു പൊന്നാടയൊക്കെ അണിയിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഹോളിലൂടെ സ്കൂളിലെ വരാന്തയിലൂടെ ഇങ്ങനെ സല്ലപിച്ച് നടക്കുന്നതെല്ലാം തന്നെ മിഥുൻ ഒളിഞ്ഞു നിന്ന് കാണുന്നു കേട്ടോ. അപ്പം മിഥുന് നല്ല ദേഷ്യം വരുന്നുണ്ട്. വസുന്ധര പറഞ്ഞത് നിധിയും ഗൗതമും വേർപിരിഞ്ഞു അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നല്ലേ. അപ്പോൾ ഇവരെന്തോ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തോ ഒരു നാടകം ഇവർ കളിക്കുന്നുണ്ട്. വസുന്ധരയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവരിപ്പോൾ ഇവിടെ ഈ അഭിനയിക്കുന്നത്. എങ്കിൽ ഈ വീഡിയോ എടുത്ത് ഈ വീഡിയോ വസുന്ധരയ്ക്ക് അയച്ചു കൊടുക്കണം, എന്നിട്ട് വസുന്ധരയെ പറ്റിച്ചതാണെന്നുള്ളത് കാര്യം അവരെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് പ്രണവ് വരുന്നത്. അങ്ങനെ പ്രണവ് നേരെ മിഥുൻ്റെ ഷോൾഡറിൽ അങ്ങ് കൈ വെക്കാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അല്ല മാഷേ, മാഷും കൂടി ഈ ഫംഗ്ഷന് വന്നിട്ടുണ്ടോ, എന്താണാവോ മാഷിൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്ന് പ്രണവ് ഒന്ന് കളിയാക്കിയ മട്ടിൽ മിഥുനോട് ചോദിക്കാണ്ട്. അപ്പോഴത്തേക്കും മിഥുൻ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മിഥുൻ പറയും, നീ വല്ലാതെ അങ്ങ് ആളാവാൻ നോക്കണ്ട, ഇന്ന് തന്നെ ഗൗതമിൻ്റെയും നിധിയെയും ഞാൻ എല്ലാവരെയും മുന്നിൽ വെച്ച് അപമാനിക്കും. നിധിയെ ഞാൻ ആദ്യം കല്യാണം കഴിച്ചതാണ് എന്നുള്ളതിൻ്റെ തെളിവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ കണ്ടില്ലേ, ഈ ബൊക്ക കണ്ടില്ലേ, ഈ ബൊക്ക ഞാൻ നിൻ്റെ നിധിയുടെ കയ്യിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ആ സത്യം പറയുകയും അവരെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിധിയെയും ഗൗതമിനെയും ഞാൻ നാണം കെടുത്തുക തന്നെ ചെയ്യും എന്ന് പറയട്ടോ. അപ്പോൾ പ്രണവ് പറയാണ്, അതിന് നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്കതിന് സത്യം പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, അതിനുള്ള ഉടായ്പൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും. നീ എന്താ ഉദ്ദേശിച്ചത്, വെറുതെ ഈ മിഥുനോട് കളിക്കാൻ നിൽക്കണ്ട, കളിച്ചവരാരും പിന്നെ മിഥുൻ വെറുതെ വിട്ടിട്ടില്ല എന്നൊക്കെ പറയും. നീ വല്ലാതെ വീരവാദമൊന്നും മുഴക്കണ്ട, നീ അവിടെ നിൻ്റെ ഫ്രണ്ട്സുമായി സംസാരിക്കുന്ന സമയത്ത് ആ ബൊക്ക അവിടെ വെച്ചിരുന്നില്ലേ, ആ ബൊക്കയിൽ ഇപ്പോൾ ഒരു ബോംബുണ്ട്, നീ അത് നോക്ക് എന്ന് പറയട്ടോ. അപ്പോൾ മിഥുൻ ആകെ അങ്ങ് പേടിക്കുകയാണ്. എന്നിട്ട് മിഥുൻ ആ ബൊക്കയുടെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത്
ബോംബ് പോലെയുള്ള സാധനം കാണുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് ചോദിക്കുമ്പോൾ അത് ബോംബാണ്. ആ ബോംബാണ് നിൻ്റെ കയ്യിലുള്ളത്. നീ ഇപ്പോൾ ചിന്നിച്ചിതറുന്നതിൻ്റെ മുന്നേ ഇവിടെ നിന്നും സ്ഥലം കാലിയാക്കിക്കോ എന്ന് പറയുമ്പോൾ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്? ഭീഷണിയൊന്നുമല്ല, ഞാൻ നിന്നോടൊരു സത്യം പറഞ്ഞതാണ്. കണ്ടില്ലേ, ഗൗതമേട്ടൻ്റെ കയ്യിലാണ് അതിൻ്റെ റിമോട്ട് ഇരിക്കുന്നത്. അതൊന്നുകൊണ്ട് അമർത്തിയാൽ മതി. നീ ഇപ്പോൾ ഇവിടെ പീസായി ചിന്നിച്ചിതറുമെന്ന് പറയുമ്പോൾ മിഥുൻ ഒന്നങ്ങ് പേടിക്കാൻ കേട്ടോ. എന്നിട്ട് മിഥുൻ ഗൗതമിനെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ റിമോട്ട് അമർത്തുന്നത് പോലെ ഗൗതം അങ്ങ് കാണിക്കാൻ കേട്ടോ. അപ്പോൾ മിഥുൻ പറയും, അയ്യോ നെക്കല്ലേ, അത് അമർത്തല്ലേ എന്നങ്ങ് പറയട്ടോ. അപ്പോൾ പ്രണവ് പറയാം, നിനക്ക് നിൻ്റെ ജീവന് പേടിയുണ്ടോ? എങ്കിൽ ഇവിടെ നിന്ന് സ്ഥലം കാലിയൊക്കെ നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് വന്നത് എന്നുള്ളതൊക്കെ നീ നിൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ ഞാൻ അതെല്ലാം തന്നെ കേട്ടു. നിൻ്റെ ഒരു ഉദ്ദേശവും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ ഇവിടേക്ക് വന്നത് എന്ത് ഉദ്ദേശിച്ചിട്ടാണോ അത് ഞാൻ നടത്തിയിരിക്കുമെന്ന് പറയുമ്പോൾ പ്രണവ് വീണ്ടും പറയുകയാണ്, എങ്കിൽ അതൊന്ന് കാണട്ടെ. നീ ധൈര്യമുണ്ടെങ്കിൽ നീ ആ ബൊക്ക അവിടെ കൊണ്ടുപോയി കൊടുക്ക്. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞങ്ങൾ തന്നെ പറയും നീയാണ് അതിൽ ബോംബ് വെച്ചത്. ഇവിടെ സ്കൂൾ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ വന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞ് നിന്നെ തന്നെ ഞങ്ങൾ പ്രതിയാക്കും എന്നങ്ങ് പറയട്ടോ. അത് കേൾക്കുമ്പോൾ മിഥുന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ മിഥുൻ അടുത്ത അടവ് എടുക്കാൻ കേട്ടോ. നിൻ്റെ ഏട്ടൻ ആ റിമോട്ട് അമർത്തിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ നീയും അങ്ങ് ചിന്നിച്ചിതറുമല്ലോ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ നിൻ്റെ കൂടെ നിൽക്കില്ലല്ലോ. എൻ്റെ ഏട്ടൻ നീയും ഞാനും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ആ റിമോട്ട് അമർത്തുകയില്ല. അതുകൊണ്ട് നീ ആദ്യം പോയിട്ട് ആ ബൊക്ക അങ്ങ് കൊടുക്കുക. എന്നിട്ട് നീ പറയാനുള്ള സത്യങ്ങളൊക്കെ ഒന്ന് പറയേ, എന്നാൽ നമുക്കറിയാമല്ലോ ആരാണ് ചിന്നിച്ചിതറാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ മിഥുനാകെ അങ്ങ് പേടിക്കാൻ കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ ഒന്നും അറിയാത്ത ഭാവത്തിൽ മിഥുൻ നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ടീച്ചർമാരുടെ ഒക്കെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ നല്ലതുപോലെ സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് നിധിയെയും ഗൗതമിനെയും നല്ലതുപോലെ ഒന്ന് അഭിനന്ദിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാണ്. എന്നിട്ട് ബൊക്കയൊന്നും നിധിക്ക് കൊടുക്കാതെ പെട്ടെന്ന് തന്നെ മിഥുൻ ആ ബൊക്കയുമായിട്ട് തിരികെ അങ്ങ് പോവുകയാണ് കേട്ടോ. എന്നിട്ട് പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ ഗൗതമെങ്ങാനും ആ റിമോട്ട് അമർത്തി കളഞ്ഞാൽ ഞാനിപ്പോൾ ഭസ്മമാകുമല്ലോ എന്നുള്ള പേടി മിഥുൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ കേട്ടോ. എന്നിട്ട് കുറച്ച് ദൂരെ പോയ ശേഷം ആ ബൊക്ക അങ്ങ് വലിച്ചെറിയാണ്. എന്നിട്ട് രണ്ടും ചെവിയും അങ്ങ് പൊത്താണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ബോംബ് ഇപ്പോൾ പൊട്ടും എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് പ്രണവ് അങ്ങ് വരികയാണ്. എന്നിട്ട് പ്രണവ് അങ്ങ് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. എന്ത് പറ്റി, ആ ബൊക്ക പൊട്ടിയില്ലേ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ. നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണടാ ഞാൻ ഇങ്ങനെ ഒരു ഉടായിപ്പ് ചെയ്തത്. അതിൽ ബോംബൊന്നുമില്ല, അതിലൊരു കളിട്ടോയാണ്. നീ നിൻ്റെ ഫ്രണ്ട്സുകളുമായി സംസാരിക്കുന്നതെല്ലാം തന്നെ ഞാൻ കേട്ടു. അപ്പോൾ നിനക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത് എന്ന് പ്രണവ് പറയട്ടോ. അത് കേൾക്കുമ്പോൾ മിഥുനിങ്ങനെ ആരിശം കൂടി വരികയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് ഗൗതമും നിധിയും കൂടി വരികയാണ് കേട്ടോ. എന്താടാ നീ ഉദ്ദേശിച്ചത്? നീ ഇപ്പോൾ ഇവിടെ വന്ന് നിൻ്റെ ഈ നാടകമൊക്കെ കളിച്ച് നീയും എൻ്റെ നിധിയും തമ്മിൽ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് വിശ്വസിപ്പിക്കാമെന്ന് കരുതിയോ? ഒരിക്കലും നടക്കില്ല. നീ അതെല്ലാം വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തെളിയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഗൗതം മിഥുനെ ഒന്ന് വെല്ലുവിളിക്കാൻ കേട്ടോ. അങ്ങനെ മിഥുന് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് നിനക്കുള്ള പണി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്, ഈ ഗൗതം ആരാണെന്നുള്ളത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാടങ്ങ് ഗൗതമിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേട്ടോ മിഥുൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അങ്ങനെ മിഥുന് ഗൗതം ഒന്ന് അടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ മിഥുൻ ഇനി വസുന്ധരയ്ക്ക് വിളിക്കും. വസുന്ധരയോട് കാര്യങ്ങളൊക്കെ പറയും. നിധിയും ഗൗതമും ഒന്നും ഒരിക്കലും പിരിയുകയില്ല. അവർ ഇന്ന് സ്കൂളിലെ ചടങ്ങിന് അവർ രണ്ടുപേരും കൂടിയിട്ടാണ് വന്നത്. നിങ്ങളെ ഗൗതം വിഡ്ഢിയാക്കിയിരിക്കുകയാണ്. അവർക്ക് എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ നാടകം കളിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് വസുന്ധരയ്ക്ക് ഫോൺ വിളിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ വസുന്ധര ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് എന്നെ പറ്റിച്ചതാണോ എന്നുള്ള ഭാവത്തിൽ നിൽക്കാൻ കേട്ടോ. അങ്ങനെ ഇനി വസുന്ധര ഗൗതം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചോദിക്കും. പക്ഷേ ഗൗതം അവിടെയും ഒരു നുണ പറയൂട്ടോ. അങ്ങനെ വസുന്ധരയെ വിശ്വസിപ്പിക്കും. സ്കൂളിലുള്ള ഫംഗ്ഷനാണ്, അവിടെ നാണം കെടാൻ പറ്റില്ല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ നിധിയുമായി സൗഹൃദം അഭിനയിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുട്ടോ. അങ്ങനെ വസുന്ധരയെ അങ്ങ് വിശ്വസിപ്പിക്കും. വസുന്ധരയാണെങ്കിലോ ഗൗതം പറയുന്ന വാക്കുകളൊക്കെ അങ്ങ് വിശ്വസിക്കാൻ